ഗൈസ്, നമ്മൾ ഇന്ന് ഫിഷ് ഹണ്ടിങ്ങിന് വന്നേക്കുകയാണ്. അപ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ സിദ്ധു ഉണ്ട്, എൻ്റെ ചേച്ചിയും ഉണ്ട്. സന്ധ്യയാകാറായി, കിളികളൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ അമ്മയ്ക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് കാരിയാണ്. അപ്പോൾ ഗൈസ്, ഇത് കാരിയാണ് ഗൈസ്. അമ്മയ്ക്ക് കാരിയെ പിടിക്കാൻ പേടിയാണ് ഗൈസ്, അതുകൊണ്ട് അമ്മ ചൂണ്ടയിൽ നിർത്തിയിരിക്കുന്നു ഗൈസ്. ഓ, സിദ്ധുവിനും കിട്ടി ഗൈസ്. അമ്മ അവസാനം നിർത്തിയിരിക്കുന്നു. നമ്മുടെ ചെറയിലൊക്കെ നമ്മൾ 2-3 ദിവസം വരാതിരുന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കാടൊക്കെ പിടിച്ച് ഇട്ടോ. കൊമ്പ് കൊണ്ടോ ഗൈസ്, എൻ്റെ അമ്മ. അയ്യോ, സിദ്ധു ഇപ്പൊ തൊട്ടിക്കിടന്നേരെ. ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു. ഇനി അച്ചാമ്മ വന്നാലേ നമുക്കിതിന് എടുക്കാൻ കഴിയുള്ളൂ. അതുവരെ അമ്മേൻ്റെ ചൂണ്ടയിടുന്നതാണ്. ഗൈസ്, നമ്മുടെ സിദ്ധുവിന് ഒരെണ്ണം കിട്ടിയിരിക്കുന്നു. ഇല്ല ഗൈസ്, എന്താണ് കിട്ടിയിരിക്കുന്നത്? ഒരു സിലോപ്പിയാണ്. നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് മിസ്സായിരുന്നു. ഞാൻ അമ്മ മീനെ പിടിക്കുന്ന പോലെ അതിനെ അങ്ങ് എടുത്താ മതി. അതിന്റെ ഏത് കൊമ്പാ കുത്തുന്ന കൊമ്പെന്ന് എനിക്കറിയാം. 2 കൊമ്പും കുത്തിയാ പിന്നെ എന്നെ 2-3 ദിവസത്തേക്ക് കൊള്ളത്തില്ല. എന്താ? ഭയങ്കര വേദനയാ. എന്റെ അമ്മ പിടയ്ക്കുന്ന കണ്ട. എനിക്ക് തോന്നുന്നു അടിയിലത്തെ മീശയാണ് തോന്നുന്നത്. ശരിയാ, ഒന്നും ചെയ്യത്തില്ല. പറിച്ചെടുക്ക, അങ്ങോട്ട് പറിക്ക്. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടാക്കി ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വേറൊരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ വീട്ടിലാണേ വേറൊരു കുളവും കൂടെ പണിഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയതാണ് 2 എണ്ണം. പോകുന്ന വഴി കാണിച്ചു തരാം. ബയോ ക്ലോക്കാണ് ഞങ്ങളവിടെ പണിഞ്ഞിരിക്കുന്നത്. ഗൈസ്, എവിടുന്നോ നല്ല വെടിക്കെട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്പലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ നല്ല ഗൈസ്, ഇതിനെ കുണ്ടിക്കുന്നാണ്. ഇപ്പോഴും ഇതിവ വിട്ടുപോയില്ല. പാവം മോട്ടോ അടക്കണമെന്ന് കുരയ്ക്കും. എനിക്ക് കൊതുകുതിരി വരാതെ എവിടെ പോയതാണെന്നും പറഞ്ഞ് ഇതൊന്ന് വിട്ടുപോയോ. ഇത് കുത്തിയ അമ്മാതിരി വേദനയാ. അമ്മച്ചമ്മ അറിഞ്ഞില്ല കോഴിയെ കറി വെച്ച കാര്യം. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ വീട്ടില് 3 കോഴി ഉണ്ടായിരുന്നു, 5 കോഴി ഉണ്ടായിരുന്നു. വാങ്ങിയതാണ്. അപ്പോൾ അതിനെ അമ്മച്ചമ്മയുടെ അങ്ങ് കൊണ്ടുപോയി ഇട്ടപ്പോൾ അവിടുന്ന് എന്തോ പാമ്പാണെന്ന് അറിയത്തില്ല, 2 എണ്ണത്തിനെ പിടിച്ചോണ്ട് പോയി. ബാക്കി 3 എണ്ണേ ഉള്ളായിരുന്നു. അത് ഞങ്ങൾ കാണിച്ചില്ല, ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്തൊരു കൂട്ടിക്കൊണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് ചത്ത്. അതിൽ 2 എണ്ണ എങ്ങനെ ചത്താന്ന് അറിയത്തില്ല. അപ്പോൾ 3-മത്തേതും കൂടെ ചാകുന്നതിന് മുമ്പ് ഞങ്ങൾ അതിനെ കറി വെച്ചങ്ങ് തിന്നു. അത് വെറുതെ തന്നെ ചത്തു പോകുന്നത്. പിടയ്ക്കുന്ന കണ്ടോ, ഇതൊന്നും പോകുന്നുമില്ല. മീനെയും പിടിക്കണം. ഇപ്പൊ തന്നെ അമ്മയുടെ കയ്യിലൊരു ചൂണ്ട കൊണ്ട് കയറിയതേ ഉള്ളൂ. എന്നെ കുത്തരുത് പ്ലീസ്, എന്നെ കുത്തരുത്. എല്ലാരും ഇവിടെ ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. അതെ, ഇനി വരൂ ഗൈസ്, നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. സന്ധ്യയായി. ഞാൻ ചൂണ്ടയിടുന്നില്ല, കാരണം എനിക്ക് കിട്ടിയ ഒന്നും കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടില്ല.
ഇതാണ് ഗൈസ് ഞങ്ങളുടെ തീറ്റയിടുന്ന ആയുധം. ആ കിടക്കുന്നതാണ് നമ്മുടെ അവലും സാധനങ്ങളും ഒക്കെയാണ് ആ കിടക്കുന്നത്. അപ്പം കൺമണിയുടെ കയ്യിലേക്ക് ചൂണ്ടയും കൂടെ ആരാണ്ട് കൊണ്ടുപോകും. ആരെങ്കിലും എൻ്റെ കയ്യിലേക്ക് ചൂണ്ടയും കൂടെ കൊണ്ടുപോകൂ. അതുകൂടെ കൊണ്ടുപോകും. ഈ ചൂണ്ട ഗൈസ് ഇതാണ് എൻ്റെ അമ്പും വില്ലും. നമുക്കിനി തിരിച്ചു പോകാം. അയ്യോ എൻ്റെ കുട്ടി, എൻ്റെ കയ്യിലിരിക്കുന്ന ചൂണ്ട ആരെങ്കിലും ഒന്ന് പിടിക്കൂ. ഗൈസ് അവിടെ ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് വീണു. അമ്മയുടെ ഉഗ്രം പാട്ടാണ് ഗൈസ്, കേട്ടോ. അയ്യോ ഭയങ്കര. നമുക്ക് പോവാൻ ഗൈസ്, വരി വരിയായി എല്ലാം പോയിക്കോളൂ. അയ്യോ വരൂ വരൂ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ബയോ ക്ലോക്ക് കാണിച്ചു തരാം. ഇതോ ഇവിടെ എല്ലാം പുല്ല് കയറി. ഓ നമ്മൾ പോയിട്ട് ചൊറിയുന്നു പുല്ലെല്ലാം കൂടെ. ഗൈസ് നമ്മുടെ പഴയ ഓർമ്മകൾ, നമ്മുടെ പഴയ ഓർമ്മകൾ കൂട്ടിയിട്ടേക്കുകയാണ്. വരൂ നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ കുളം. ഈ മതിലിന്റെ അപ്പുറം നിറച്ച് പാമ്പാണ്. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ബയോഫ്ലോക്ക്. അപ്പോൾ ഇന്നത്തെ ഹണ്ടിങ് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് അത് നമുക്ക് മീൻ ചട്ടിക്കാത്തിരുന്ന കാണണ്ടേ. ഗൈസ് നമ്മുടെ പാലമൊക്കെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഗൈസ് നമുക്കിനി നമ്മുടെ വീടെത്തി ഗൈസ്. ഇനി നമുക്ക് മീനെ ചട്ടിക്കകത്തോട്ടിടാൻ. വരൂ ഗൈസ്. ഗൈസ് ദോ കിടക്കുന്ന നമ്മുടെ കാരിക്കുട്ടൻ. ഇതൊക്കെയാണ് നമ്മുടെ മീനുകൾ. ഹാ നമ്മുടെ കരിമീൻ അല്ലേ? യെസ്, കരിമീൻ ചാടിപ്പോയി. ഇതാണ് നമ്മുടെ മീൻ ഗൈസ്, നമ്മൾ പിടിച്ച മീനാണിത്. ദേ നമ്മുടെ കിടക്കുന്ന നമ്മുടെ കാരി. ഫസ്റ്റ് നമ്മുടെ അമ്മയാണ് കൂടുതലും പിടിച്ചത്. സിദ്ധുവും പിടിച്ചു, പിന്നെ ചേച്ചിയും പിടിച്ചു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇവിടെ പിന്നെ ചൂണ്ടയിടാൻ ചൂണ്ടയും കൊണ്ട് ഇറങ്ങി, പക്ഷെ ഒന്നും പിടിച്ചില്ല. എന്നെ കുഴപ്പമില്ല, എനിക്കറിയാം ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ചൂണ്ട ഇട്ട് പോലും ഇല്ല. ഗൈസ് നമ്മുടെ കരിമീനാണിത്. കരിമീൻ കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തു തരാം. പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തണം. പിന്നെ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ഓ പഠിക്കുന്നുണ്ടോ? ബെല്ലൈക്കൺ അമർത്തി ആളെന്നുള്ളൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാം. ദേ നാളെ ഇത് വറക്കുന്നുണ്ട്, വീട്ടിൽ വരുന്നവർക്കൊക്കെ ഇത് തിന്നാം. 4 കിലോ ഉണ്ട് ഗൈസ്. നമുക്കിനി കാര്യം കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സിധു ഈ ചൂണ്ടയും കൂടെ അവിടെ കൊണ്ട് വെച്ചേക്ക്. എൻ്റെ അമ്മോ ഗൈസ്, അമ്മയ്ക്ക് കാര്യം എടുക്കാൻ പേടിയാണ് ഗൈസ്. പല ശ്രമവും നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെല്ലാം നമുക്ക് കാണാം ഗൈസ്. കുത്തുന്നുണ്ട്. കാരിയുടെ മീശ കണ്ടോ ഗൈസ്? അടിപൊളി മീശ. അത് കുത്താനായിട്ട് മീശ ഇങ്ങനെ പൊക്കി കൊമ്പോണ്ട് കുത്തത്തില്ല. മനുഷ്യനെ വെടിപ്പിക്കായിട്ട് മറ്റേതും കൂടെ ഇളകുന്നു. ഓ അതവിടെ ചൂണ്ട. അപ്പൊ ഗൈസ് നമ്മളിന്റെ മോന്ത അങ്ങോട്ടങ്ങ് വെട്ടിക്കളയാൻ പോവാ. അല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. ഇതുകൊണ്ട് നമ്മളിന്റെ മോന്ത അങ്ങോട്ടങ്ങ് വെട്ടിക്കളയാൻ പോവാ. ഗൈസ് കിട്ടിയിരിക്കുന്നു. കിട്ടി. ഈ കാരിനെ എടുത്ത് നമ്മുടെ കിറ്റിൻ്റെ അകത്ത് ഇട്ടു. നമ്മളെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ എടുത്ത് വറക്കാം ഗൈസ്. വീട്ടിൽ വരുന്നവർക്കൊക്കെ കിട്ടുന്നതായിരിക്കും വറക്കുന്നത്.
അപ്പോൾ നമ്മുടെ ബയോഫ്ലോക്കിൻ്റെ വീഡിയോ ഞങ്ങൾ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ.